കോതമംഗലം നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി. ഇത്തവണ 191 ബൂത്തുകളാണുള്ളത്. മുൻ വർഷങ്ങളെക്കാൾ 50-ലധികം ബൂത്തുകളുടെ എണ്ണം വർദ്ധിച്ചു. കോതമംഗലത്ത് നിന്ന് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർ നിശ്ചിത കേന്ദ്രങ്ങളിലെത്തി പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കുകയായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം സീൽ ചെയ്ത പോളിംഗ് മെഷീനുകളുമായാണ് ഉദ്യോഗസ്ഥർ ഇനി മടങ്ങുക. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 191 പോളിംഗ് ബൂത്തുകളും വോട്ടെടുപ്പിന് സജ്ജമായി. ഉദ്യോഗസ്ഥർ ബുധനാഴ്ച പോളിംഗ് സാമഗ്രികളുമായെത്തിയാണ് ബൂത്തുകൾ ഒരുക്കിയത്. വോട്ടർമാർക്ക് സുഗമമായി ബൂത്തിലെത്താൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. MA കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തിയത്. ആദ്യം വിദൂര ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് കൈമാറിയത്. പോലീസിന്റെ സംരക്ഷണയിലാണ് പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് നീങ്ങിയത്. പോലീസ് ഓഫീസർ എൻക്വയറി വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. കഴിഞ്ഞ തവണ വരെ 136 ബൂത്തുകളാണ് നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ഇവ പുനഃക്രമീകരിച്ചതോടെ ഇത്തവണ ബൂത്തുകളുടെ എണ്ണം 191 ഉയർന്നു. ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ. 1273 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ബുധനാഴ്ച രാവിലെ ആരംഭിച്ച പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയ്ക്ക് ശേഷം പൂർത്തിയായി. രാത്രിയോടെ മുഴുവൻ ബൂത്തുകളും സജ്ജീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. പോളിംഗിന് ശേഷം സീൽ ചെയ്ത പോളിംഗ് മെഷീനുകളുമായി ഉദ്യോഗസ്ഥർ മടങ്ങും. MA കോളേജിൽ ഒരുക്കുന്ന സ്ട്രോങ് റൂമിലാണ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. വോട്ടെണ്ണൽ ദിവസം രാവിലെ മെഷീനുകൾ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തെടുക്കും. GTV ന്യൂസ്, കോതമംഗലം.